ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ ഒരു ഭാഗം കൂടെ ചെയ്യാനുണ്ടായിരുന്നേ. ക്വസ്റ്റ്യൻ നമ്പർ 11.3 ആണ് നമ്മുടെ എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സിലെ എക്സസൈസ് 11.3യുടെ ക്വസ്റ്റ്യൻ നമ്പർ 3. അത് ചെയ്തില്ല, വിട്ടുപോയി. അപ്പോൾ അതും കൂടെ ഒന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇതെന്താണ് നമുക്ക് അറിയാവുന്നതാണ്. എക്സ്പ്രസ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ നമ്മൾ പഠിച്ചില്ലേ? എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് എഴുതേണ്ടത്? അതായത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് 1 പ്ലേസ് മാറ്റി, അതാണ് സ്റ്റാൻഡേർഡ് ഫോം. മാറ്റി നമ്മൾ പോയിന്റ് കൊടുത്തിട്ട് ബാക്കി നമ്മൾ 10ന്റെ പവറായിട്ട് എഴുതുന്നത്. അതായത് 1.0യ്ക്കും 10.0യ്ക്കും ഇടയ്ക്കായിട്ട് നമ്മൾ ഈ സംഖ്യയെ എഴുതുമ്പോൾ നമുക്ക് എന്താണ് വായിക്കാൻ എളുപ്പമാണ്. അത് നമുക്ക് അല്ലെങ്കിൽ ഈ കിടക്കുന്നതിനൊക്കെ നിങ്ങൾ വായിക്കുമോ? പാടല്ലേ? അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എഴുതി നോക്കാം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതും? ആദ്യത്തെ നോക്കി എത്രയാണ്? ശരിക്കും വായിക്കുവാണെങ്കിൽ 5 crore ആണ്. 5 crore നമ്മൾ വായിച്ചെടുക്കും. പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി എങ്ങനെ എഴുതാം? അപ്പൊ എങ്ങനെയാണ് നമ്മൾ എഴുതണമെന്ന് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് ഞാനിങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ആദ്യം നമ്മൾ ഒരു പ്ലേസ് മാറ്റി പോയിന്റ് ഇട്ടു, 5 ഇട്ടു, പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എല്ലാം സീറോസ് വരുന്നത് കൊണ്ട് നമുക്ക് പോയിന്റ് ഇടേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? വേറെ സംഖ്യകൾ ഉണ്ടെങ്കിൽ മാത്രം പോയിന്റ് ഇട്ടിട്ട് കാര്യമുള്ളൂ. കാരണം പോയിന്റ് 0 എന്ന് പറഞ്ഞാൽ പോയിന്റ് വില ഇല്ലാത്തത് കാരണം നമ്മൾ ഇങ്ങനെ 0 വരുന്നെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഇൻറ്റു എന്നിട്ട് എങ്ങനെ എഴുതണം? എത്ര പ്ലേസ് മാറിയിട്ടുണ്ട്? ഇല്ല, നമ്മൾ ഇവിടുന്ന് എത്ര പ്ലേസ് മാറ്റിയിട്ടാണ് ഇവിടെ കൊണ്ട് നമ്മൾ പോയിന്റ് ഇട്ടത്? 1 2 3 4 5 6 7 അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എണ്ണണം? ഇവിടെ നമ്മൾ പോയിന്റ് ഇവിടെ ഇട്ടു, അത് കഴിഞ്ഞ് എത്ര പ്ലേസ് ഉണ്ട്? 7 അങ്ങനെ എണ്ണുക. അപ്പൊ നമുക്ക് 7 0 ഉള്ള സംഖ്യ എഴുതണം. 2 4 7 0 ഉള്ള സംഖ്യ എഴുതി. അതായത് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 10⁻⁷. ഇതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. നിങ്ങളുടെ മിസ്സുമാർ പറയുന്നത് പോലെ ഇത് എഴുതിയാലും പ്രശ്നമില്ല, എഴുതിയില്ലേലും പ്രശ്നമില്ല. വേണമെങ്കിൽ ഒഴിവാക്കാം, എഴുതണമെങ്കിൽ എഴുതാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇത് നോക്കിയേ, ഇതും അതുപോലെ തന്നെ. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ എഴുതും 7 പോയിന്റ് കഴിഞ്ഞ് നമുക്ക് സീറോസ് വരുന്നതുകൊണ്ട് നമ്മൾ ഇടുന്നുണ്ടോ പോയിന്റ്? ഇല്ല. 7 എഴുതി. എത്ര ഉണ്ട് ഇവിടെ നമ്മൾ പോയിന്റ് കൊടുക്കുന്നത്? ഇത് കഴിഞ്ഞ് എത്ര ഉണ്ടെന്ന് നോക്കിയേ? 1 2 3 4 5 6. അപ്പൊ നമ്മൾ 6 സീറോസ് അല്ല ഇവിടുന്നുണ്ട്. 1 2 3 4 5 6. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പോയിന്റ് കൊടുക്കുന്നത്. അങ്ങോട്ട് എണ്ണിയാലും ഇങ്ങോട്ട് എണ്ണിയാലും സെയിം ആട്ടോ മക്കളെ. എന്നിട്ട് നമ്മൾ എങ്ങനെ എഴുതും? 7 ഇൻറ്റു 10⁻⁷. എത്ര സീറോസ് ഉണ്ടോ അതായിരിക്കും 10⁻⁴ പവറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അടുത്തെന്നാ നിങ്ങൾ എങ്ങനെ എഴുതും? നോക്കി, ഇവിടെ നമ്മൾ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ എഴുതണം, പോയിന്റ് കൊടുക്കണം. കാരണം പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 1865 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പോയിന്റ് എവിടെ കൊടുക്കുന്നത്? 3 കഴിഞ്ഞിട്ടാണ് പോയിന്റ് കൊടുക്കുന്നത്. 3 പോയിന്റ്. ബാക്കിയുള്ള പ്ലേസ് വാല്യൂസ് എല്ലാം നമ്മൾ എഴുതണം. ഏതൊക്കെ? 1 8 6 5 എഴുതണം. 3 സീറോസ്. അത് കഴിഞ്ഞ് സീറോസ് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് ഈ അതായത് ഈ എൻട്രികളിൽ സീറോസ് വരുവാണ്, അതിന് വിലയില്ല. പക്ഷെ ഈ സംഖ്യക്കൊക്കെ വിലയുണ്ട് കേട്ടോ. 1 8 അതിനൊക്കെ വിലയുണ്ട് പോയിന്റ് കഴിഞ്ഞതിന് ശേഷം. പക്ഷെ പോയിന്റ് കഴിഞ്ഞ് ഇവിടെയാണ് 0 1 2 ഇങ്ങനെ 0 വരുവാണ്, അല്ലെ ഇവിടെ 0 8 ഇങ്ങനെ ഇടയ്ക്കൊക്കെ 0 വരുവാണെങ്കിൽ വാല്യൂസ് ഉണ്ട് കേട്ടോ. അത് ഓർക്കണം. വാല്യൂ ഇല്ലെന്ന് വിചാരിക്കല്ലേ. പോയിന്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സംഖ്യകൾ ഉണ്ടെങ്കിൽ അവിടെ സീറോസ് ഉണ്ടെങ്കിൽ അതിന് വാല്യൂസ് ഉണ്ട്. പക്ഷെ ഇത് കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ഇട്ടപ്പോൾ ഇവിടെ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സീറോസ് മാത്രമേ വരത്തുള്ളൂ. ഇവിടെ കണ്ടോ, പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ സീറോസ് ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ സീറോയ്ക്ക് വാല്യൂ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതിയേ പറ്റത്തുള്ളൂ. ഏതൊക്കെ? 1865 എഴുതണം. അതിനുശേഷം ഈ സീറോസ് എഴുതേണ്ട ആവശ്യമില്ല. ഇൻറ്റു ഇനി എത്ര പ്ലേസ് മാറി നോക്കിയേ? 1 2 3 4 5 6 7 8 9 പ്ലേസ് മാറിയിട്ടുണ്ട്. ഇങ്ങോട്ട് എനിക്ക് 1 2 3 4 5 6 7 8 9. അപ്പൊ നമ്മള് 9 സീറോസ് ഉണ്ട്. 4 6 9 സീറോസ്. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതും? 3.1865 ഇൻറ്റു 10⁻⁴. എത്ര സീറോസ് ഉണ്ട്? 9 സീറോസ്. അതായിരിക്കും നമ്മൾ പവറായിട്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? നമ്മൾ സിമ്പിളാ, ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി മാറ്റാൻ ഇല്ലാതെ പോയി. ഓക്കെ, ഇത് ഞാൻ എഴുതാൻ പോവാണേ. ഇതെങ്ങനെ എഴുതും? പോയിന്റ് എവിടെ കൊടുക്കണം? ഇവിടെ കൊടുക്കും. പോയിന്റ് 3 പോയിന്റ്. ഇനി ബാക്കി എന്നാ കുഴപ്പമുണ്ടേ? 9 0 കണ്ടോ, ഇവിടെ 0 കൊടുക്കണം. കാരണം 0 കഴിഞ്ഞ് പ്ലേസസ് വരുന്നുണ്ട്. 8 7 8 വരുന്നുള്ളത് കൊണ്ട് ഈ 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, 3.9 വന്നു. ഇൻറ്റു നമ്മൾ എത്ര പ്ലേസ് മാറ്റിയാ പോയിന്റ് കൊടുക്കുന്ന? 1 2 3 4 5 പ്ലേസ് മാറിയത് കൊണ്ട് 50. ഇത് നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? ആൻസർ
3.90878 ഇൻറ്റു 10 എത്ര സീറോസ് ആണ് 50. അപ്പോൾ 10⁵ എന്ന് എഴുതും. മനസ്സിലായില്ലേ ഓക്കെ? സിമ്പിൾ ആയിട്ടുള്ളതല്ലേ? ഞാനിതൊന്ന് റബ്ബ് ചെയ്യുവാണേ, കാരണം എല്ലാം ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, വേറെ സ്ഥലത്ത് എഴുതുന്നത്. ഇനി 5th വണ്ണാണ് ചെയ്യുന്നത്. 5th വൺ നമുക്ക് ഇത്ര നേരം ചെയ്ത പോലല്ല. ഇത്ര നേരം നമുക്ക് പോയിന്റ് ഇല്ലായിരുന്നു, നമുക്ക് വാല്യൂസ് മാത്രമേ ഉള്ളായിരുന്നു. ഇനിയും വരുന്നത് നമുക്ക് പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് മാറ്റണം. നമ്മൾ അതും പഠിച്ചിട്ടുണ്ട്. പോയിന്റ് വരുവാണെങ്കിൽ നമുക്ക് എപ്പോഴും എവിടെ കിടക്കുമ്പോഴാണ് എവിടെ എഴുതുമ്പോഴാണ് സ്റ്റാൻഡേർഡ് ഫോം വരുന്നത്. അതായത് 1-നും 1.0ക്കും 10.0ക്കും, അതായത് അന്നേരം 3 പോയിന്റ് ആക്കണം. അപ്പൊ ഇവിടെ വേണം പോയിന്റ് വരാൻ. എവിടെയാ പോയിന്റ് ഇപ്പൊ കിടക്കുന്നത്? പോയിന്റ് ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ പോയിന്റ് നമ്മൾ എങ്ങോട്ട് മാറ്റാൻ പോവാ? ഇങ്ങോട്ട് മാറ്റാൻ പോവാ. എത്ര പ്ലേസ് മാറ്റി? 1 2 3 4 പ്ലേസ് മാറ്റിയിട്ട് നമ്മൾ പോയിന്റ് കൊടുത്തു. എന്നിട്ട് ബാക്കി മൊത്തം എഴുതുക. 90878. കണ്ടോ, ഇവിടെ കിടന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ 1 2 3 4 പ്ലേസ് മാറ്റിയത്. അപ്പം നമ്മൾ എത്ര സീറോസ് ഇട്ട് കൊടുക്കണം? 4 സീറോസ് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇവിടെ ഒരു പ്ലേസ് കൊടുക്കാന്ന് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് എണ്ണരുത്. നമ്മൾ മറ്റേ കേസിലൊക്കെ, ഈ മുമ്പേ എഴുതിയ കേസിലൊക്കെ, ഇപ്പം ചുമ്മാ എഴുതുവാണ്. ഇപ്പം ഈ സംഖ്യ തന്നെ 39087 ഇങ്ങനെയാണ് വരുന്നത്. പോയിന്റ് ഇല്ലാതെ ചുമ്മാ വരുവാണെങ്കിൽ നമ്മൾ പോയിന്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്ലേസ് എണ്ണണം? 1 2 3 4 5 പ്ലേസ് എണ്ണണമായിരുന്നു. ഇവിടെ 5 എണ്ണണോ? വേണ്ട, നമ്മൾ പോയിന്റ് തൊട്ടേ എണ്ണത്തുള്ളൂ കേട്ടോ. പോയിന്റ് തൊട്ട്, പോയിന്റ് ഉണ്ടെങ്കിൽ, പോയിന്റ് ഉള്ള കേസിൽ പോയിന്റ് തൊട്ടെണ്ണം, പോയിന്റ് ഇല്ലാത്ത കേസിൽ നമ്മൾ വൺസിന്റെ പ്ലേസ് തൊട്ടെണ്ണം. പോയിന്റ് തൊട്ടെണ്ണി 1 2 3 4. അതുകൊണ്ടാണ് ഞാൻ 4 സീറോസ് ഉള്ള സംഖ്യ എഴുതുന്നത്. ബാക്കി പ്ലേസ് എല്ലാം അതുപോലെ തന്നെ വേണം. അപ്പൊ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 3.90878 ഇൻറ്റു എത്ര സീറോസ് ഉണ്ട്? അത്രയും 10⁴. മനസ്സിലായി നമുക്ക്? ഇത് മാത്രം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയേ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി ഇതും കൂടെ ഒന്ന് എഴുതാം. ഇതുകൂടെ നോക്കിയേ. ഇതും അതുപോലെ തന്നെ പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എവിടെ നിന്ന് എണ്ണണം? ഇവിടെ നിന്നോ? 8 തൊട്ട് എണ്ണുവോ? ഇല്ല, നമ്മൾ എവിടെ നിന്ന് എണ്ണം? പോയിന്റ് തൊട്ട്. പോയിന്റ് തൊട്ട് എനിക്ക് 1 2 3 ഇവിടെ എല്ലാം പോയിന്റ് കൊടുക്കണ്ടേ നമുക്ക്. അപ്പൊ നമ്മള് 3 പോയിന്റ് കഴിഞ്ഞ് ബാക്കി സംഖ്യകൾ മൊത്തം എഴുതണം കേട്ടോ. 8 7 8 എഴുതിയിട്ട് പോയിന്റ് ഇവിടെ തൊട്ട് 1 2 3 പ്ലേസ് നമ്മൾ മാറ്റിയാണ് ഇട്ടത്. അപ്പൊ 3 സീറോസ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ 3.90878 ഇൻറ്റു 10⁵. 3 സീറോസ് ആയതുകൊണ്ട് 10⁵. മനസ്സിലായില്ലേ? ഇത്രയുള്ള മക്കളെ, എളുപ്പമല്ലേ ഈ ചാപ്റ്റർ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ ഒന്നുകൂടെ കാണുക. കണ്ടിട്ട് ഇതൊന്ന് തന്നെ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ഇത് നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒറ്റയടിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ? എൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ എഴുതി ചെയ്യാൻ പറ്റും. ഓക്കെ മക്കളെ, എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. നമുക്കിനി ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് നമ്മൾ തുടങ്ങാൻ പോവാണേ. ഓക്കെ, എല്ലാവരും ഫോളോ ചെയ്യണേ. താങ്ക് യു.